പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 2026 സമസ്ത 6ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഈ മാസം 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ടൈം ടേബിൾ നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു സമയം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഠനവും തയ്യാറെടുപ്പൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടേണ്ട സമയമാണ്. കാരണം പല മദ്രസയിലെ വിദ്യാർത്ഥികൾ റിവിഷനും അതുപോലെ തന്നെ മോഡൽ എക്സാമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സമയം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ കഴിഞ്ഞ പരീക്ഷയുടേതുപോലെ നല്ല മാർക്കോടുകൂടെ അല്ലെങ്കിൽ മുഴുവൻ മാർക്കോടുകൂടെ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ വന്നിരുന്നു. കമൻറ്റിലൂടെ ഉപകാരപ്പെട്ടു എന്നറിയിച്ച സന്തോഷങ്ങളും അറിയിച്ചിരുന്നു. അൽഹംദുലില്ലാ. തുടർന്നും പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മോഡൽ ചോദ്യപേപ്പർ വിവരിക്കൽ, ആൻസർ കീ, എല്ലാ വിഷയങ്ങളും നമുക്ക് ഈ ഒരു ചാനലിലൂടെ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പദവാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിൻ്റെ ലിസാനിൻ്റെ മോഡൽ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എത്ര പാഠങ്ങൾ പഠിക്കണം എന്നീ വിഷയങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, നസ്ലുബിൽ മുനാസിബി. താഴെ കൊടുത്തിരിക്കുന്ന 6 ചോദ്യങ്ങൾക്ക് യോജിച്ചത് ഇടതുഭാഗത്തെ കള്ളിയിലുണ്ട്, ചേർത്ത് എഴുതാനാണ്. ഒന്നാമത്തത്, അവ്വലു ബൈത്തിൻ, ആദ്യത്തെ വീട്. ഉളിയൽ ഇന്നാസി, അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി പണിത ആദ്യത്തെ വീട് ഏതാണ്? അൽ കഅബത്തു, കഅബയാണ്. രണ്ടാമത്തത്, അഹബ്ബുൽ ബിലാദ് ഇലല്ലാഹി, നാട്ടിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? മസാജിദുൻ, നാട്ടിലെ പള്ളികളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മൂന്നാമത്തത്, മിസാലുല്ലിൽ മോറബി, മോറബിനിക്കുള്ള ഉദാഹരണം യദ്ഹബു. 4, മിസാലുല്ലിൽ മബിനി, മബിനീനിക്കുള്ള ഉദാഹരണം ഫഅലു എന്നതാണ്. എന്തുകൊണ്ടാണ് ഫഅലു മബിനി ആയതും യദ്ഹബു മോറബായതും പല കുട്ടികൾക്കും അറിയാം, അറിയാത്തവരുണ്ടാകും. നമുക്കിത് രണ്ടും ഒന്ന് വിശദീകരിക്കാം. അറിയുന്നവർക്ക് ഒന്നുകൂടെ പഠിക്കാനും അറിയാത്തവർക്ക് മനസ്സിലാക്കാനും പറ്റുമല്ലോ. ലോകത്തുള്ള അറബി പദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതിൽ നിന്ന് ഏതൊരു അറബി പദം എടുത്താലും ഒന്നുകിൽ അത് മുഅറബായിരിക്കും, അല്ലെങ്കിൽ അത് മബിനി ആയിരിക്കും. മബിനീനെ കുറിച്ച് ആദ്യം പറയാം. മബിനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രാക്കറ്റിൽ തന്നെ നിങ്ങൾ നോക്കൂ, അല എന്ന ആദ്യത്തെ ഒരു വാക്ക്, ഒരു അക്ഷരം കാണുന്നുണ്ട്. അല എപ്പോഴും അല തന്നെ ആയിരിക്കും. അലൻ്റെ മുമ്പിൽ ഇനി മാലിയായ ഫീൽ വന്നാലോ, മുലാരിയായ ഫീൽ വന്നാലോ, അംബ്ര വന്നാലോ, നെഹി വന്നാലോ, പേര് വന്നാലോ, എന്ത് വന്നാലും അലക്കൊരു കുലുക്കവും ഉണ്ടാവില്ല. അല എന്നും അല തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഇല, ഇല എന്ന് പറഞ്ഞ ലേക്ക്, അല മേൽ, ഇത് രണ്ടിനും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു മാറ്റവും ഇല്ലാതെ ഖിയാമത്ത് നാൾ വരെ അല അലയും ഇല ഇലയുമായി തുടരും. മുമ്പ് എന്തെങ്കിലും വന്നതുകൊണ്ട് ഇലക്ക് മാറ്റം ഉണ്ടാവോ? ഇല്ല. ശേഷം എന്തെങ്കിലും വന്നതുകൊണ്ട് മാറ്റം ഉണ്ടാവോ? ഇല്ല. മുമ്പ് എന്ന് പറഞ്ഞാൽ പേരാവട്ടെ, മാലിയായ ഫീലാവട്ടെ, മുലാരിയായ ഫീലാവട്ടെ, എന്തെന്നെ വന്നാലും അല അലയും ഇല ഇലയും തന്നെ ആയിരിക്കും. അഥവാ മുമ്പ് എന്തെന്നെ വന്നാലും, അക്ഷരങ്ങളാവട്ടെ, ഫീലാവട്ടെ, ഇസ്മാവട്ടെ, എന്തെന്നെ വന്നാലും, ആ എന്തെന്നെ എന്ന് പറയുന്നതിന് എനിക്കൊരു പേരും പറയുന്നുണ്ട്, ആമിലുകൾ. ആമിലുകൾ പ്രവേശിക്കൽ കൊണ്ട് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ് മബിനിയെ. എങ്ങനെ? ആമിലുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളാവട്ടെ, പദങ്ങളാവട്ടെ, എന്തെന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ പദത്തിന് മുമ്പ് എന്ത് തന്നെ വന്നാലും ഈ ഉദ്ദേശിച്ച പദത്തിനിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതെങ്ങനെ പറയും? ആമിലുകൾ വ്യത്യാസമായി വരൽ കൊണ്ട് ഒരു മാറ്റവുമില്ലാതെ കണ്ടിന്യൂ ആയി പോകുന്നത് മബിനിയായിരിക്കും. അതിൽപ്പെട്ടതാണ് നമ്മുടെ മാലിയായ ഫീല്. മാലിയായ ഫീലിൻ്റെ മുമ്പിൽ എന്ത് പ്രവേശിച്ചാലും ഫഅല എന്നും ഫഅല തന്നെയായിരിക്കും. ഇപ്പോൾ ഉദാഹരണം മാ എന്ന് വന്നു, മാ വന്നാലും മാ ഫഅല തന്നെയാണ്. ഫഅല എന്നുള്ളത് എന്നും അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഫഅല മബിനിയായ ഫീൽ വന്നത്. ഇനി മുഅറബിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ നേരെ എതിരാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. മുമ്പ് വരുന്ന ആമിലുകൾ കാരണം വ്യത്യാസം വരുന്നത് എവിടെയായിരിക്കും? ആ പദത്തിൻ്റെ, നമ്മൾ ഉദ്ദേശിച്ച പദം ഉണ്ടല്ലോ, ആ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് ഉള്ളത് ചിലപ്പോൾ കെസറാവും, കെസറുള്ളത് ചിലപ്പോൾ ലമ്മാവും, ലമ്മുള്ളത് ചിലപ്പോൾ സുക്കൂനാകും. അഥവാ ആമിലുകൾ പ്രവേശിക്കൽ കൊണ്ട് ചിലപ്പോൾ അത് ഇസ്മായിരിക്കും, ചിലപ്പോൾ ഫീലായിരിക്കും, ചിലപ്പോൾ അർഫായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും അതിൻ്റെ മുമ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പദത്തിൻ്റെ അവസാന അക്ഷരത്തിനിക്ക് മാറ്റം വരുന്നതാണ്
മോറബ്. ഉദാഹരണമായിട്ട് ഇവിടെ എടുത്ത യദ്ഹബ് തന്നെ നോക്കൂ. ഞാൻ ഇന്നലെ ഒരു കഥ വായിച്ചപ്പോൾ അതിൽ കണ്ടിരുന്നു യദ്ഹബ് എന്ന് കണ്ടിരുന്നു. യദ്ഹബു എന്ന് പറയേണ്ടടുത്ത് എന്ത് വന്നു? യദ്ഹബു. അപ്പം തന്നെ മനസ്സിലായില്ലേ യദ്ഹബു എന്നും യദ്ഹബു അല്ല, യദ്ഹബുവിന് ചില മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച പാഠഭാഗത്തിൽ യദ്ഹബ എന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ മുലാരിയായപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യദ്ഹബുവിൻ്റെ മുമ്പിൽ നിങ്ങളൊരു അന്നിട്ട് കൊടുത്തു നോക്ക്, അപ്പം തന്നെ ഇയാൾ മാറും. ഇയാൾക്ക് ആകെ പ്രഷറിറങ്ങി ഇയാളുടെ ആ ലമ്മ് മാറിയിട്ട് ഫത്തഹാകും. പിന്നെ ലമ്മ് കൊണ്ട് വായിക്കുന്ന പൊട്ടനാണ്. കാരണം അന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മുലാരിയായ ഫീലിനെ യദ്ഹബു എന്ന് വായിക്കാൻ പറ്റില്ല. ഐ യദ്ഹബ. ഇനി നോക്കി ലമ്മ്, അതിൻ്റെ മുമ്പിൽ യദ്ഹബുവിൻ്റെ മുമ്പിൽ ലമ്മ് വന്ന മൂപ്പർക്ക് തലവേദന എടുത്ത് ആകെ തല പൊട്ടും. തല പൊട്ടിയിട്ട് യദ്ഹബു എന്നുള്ളത് ആ ബു മാറിയിട്ട് യദ്ഹബ് എന്നാകും. അപ്പോൾ ലം യദ്ഹബ്. ഇപ്പം എന്ത് മനസ്സിലായി? ആമിലുകൾ വരൽ കൊണ്ട് മാറ്റം വരുന്നതുണ്ട്. വരുന്നതൊക്കെ മോറബിലാണ്, വരാത്തതായിരിക്കും മബിനിയിലുണ്ടാവുക. എന്തെളുപ്പമാണ്. ഇനി അടുത്തത് അൽ മുസ്ലിമു യുസല്ലിമു. മുസ്ലിം സലാം പറയുന്നു. അലൽ മുസ്ലിമി, മുസ്ലിമായ മനുഷ്യൻ്റെ മേലിൽ സലാം പറയുന്നു. അടുത്തത് അബ്അദുൽ ബിലാദി. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം ഏതാണ്? ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ദേഷ്യമുള്ളത് അസ്വാഖുവ, അങ്ങാടികളാണ്. അപ്പോൾ നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളിയും അള്ളാഹ്ക്ക് നാട്ടിൽ ഏറ്റവും ദേഷ്യമുള്ളത് അവിടുത്തെ അങ്ങാടികളും ചന്തകളുമാണ്. ഇത് വളരെ എളുപ്പമുള്ളതാണ്. ഈ മോറബും മബിനിയും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു രൂപത്തിൽ മോറബിനെക്കുറിച്ചോ മബിനിയെക്കുറിച്ചോ വന്നാൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. എന്താണത് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ പാടില്ല. മാറ്റമില്ലാതെ തുടരുന്നത് മബിനിയായിരിക്കും. അക്ഷരങ്ങളോ മറ്റോ വന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണെങ്കിൽ മോറബായിരിക്കും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മളെ പാഠഭാഗത്തിലുണ്ട്. അതും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയറായി. ഇനി രണ്ടാമത്തത്, ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഇനി വായിക്കുന്നത്. നുഹവ്വിലുൽ ഫീലിൽ മൻഫിയ, മൻഫിയായ ഫീലിനെ നമ്മൾ മാറ്റണം. ഇലിൽ മുസ്ബത്ത്, മുസ്ബത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ചായ കുടിച്ചില്ല എന്ന് പറയുന്നതാണല്ലോ മൻഫി. അതിനെ ചായ കുടിച്ചു എന്നുള്ള മുസ്ബത്തിലേക്ക് മാറ്റണം. അഥവാ ഒരു കാര്യം നടക്കാതിരിക്കുമ്പോഴാണ് അതിനെ മൻഫി എന്ന് പറയുക. നമ്മളിങ്ങനെ അറബിയിൽ വരുമ്പോൾ അത് നടന്നില്ലെങ്കിൽ, അവൻ പോയില്ല, എഴുതിയില്ല, ചാടിയില്ല എന്ന് പറയുന്ന ആ കാര്യം നടന്നില്ലെങ്കിൽ അത് മൻഫിയാണ്. മാഫി മാഫി എന്ന് പറയില്ല അറബികൾ, അത് മൻഫിയുടെ എന്താണ് മറ്റൊരു രൂപമാണ്. ഇല്ല ഇല്ല എന്നുള്ള. അപ്പോൾ ഇല്ല എന്നുള്ള നടക്കാത്ത കാര്യങ്ങളാണ് മൻഫിയിൽ വരിക. നടന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി, അത് ഏതായി മുസ്ബത്തായി മാറി. അപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതിനെ ഉണ്ട് എന്നുള്ളതിലേക്ക് ആക്കണം. വളരെ എളുപ്പമാണ്. അൽ ഒനമു, ആട്, ലാ എഴുക്കുലു, തിന്നുന്നില്ല. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ലേ. ലാ 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 ഇല്ല, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളത്. ലാ എഴുക്കുലു, തിന്നുന്നില്ല. അൽ ഉഷുബ, പുല്ല് തിന്നുന്നില്ല. അതിനെന്ത് പണിയെടുക്കണ്ടുള്ളൂ? അതിലുള്ള ലാ അങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ മതി. അൽ ഒനമു എഴുക്കുലുൽ ഒഷുബ, ആട് പുല്ല് തിന്നുന്നു. ഇനി മാ റജ, മടങ്ങിയില്ല. യഹ്കുലു എന്നുള്ളത് നേരത്തെ വായിച്ചത് മുലാരിയായ ഫീലാണ്. മുലാരിയായ ഫീൽ ഇപ്പോൾ യദ്ഹബു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോകുക എന്നല്ലേ. പോകൂല എന്നുള്ളത് എങ്ങനെ പറയാം? ലാ യദ്ഹബു. അപ്പോൾ മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ ആ പദം അതിൻ്റെ അർത്ഥം ഇല്ല എന്നുള്ളതാക്കാൻ ഒരു ലാ ഇട്ട് കൊടുത്താൽ മതി. ഇനി നേരെ തിരിച്ച് മാളിയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമുക്ക് ലാ ഇടാൻ പറ്റുമോ? മാളിയായ ഫീലാണെങ്കിൽ നമുക്ക് അറബി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ആൾക്കാർ പറയുള്ളൂ. കാരണം മുലാരിയായ ഫീലിൻ്റെ മേൽ ഇല്ല എന്നുള്ള അർത്ഥത്തിന് മാത്രമുള്ളതാണ് ലാ. മാലിയായ ഫീലാകുമ്പോൾ ലാ ഇടാൻ പറ്റില്ല. അതിനാണ് മാ ഉള്ളത്. മായാണ് ഇല്ല എന്നുള്ള അർത്ഥത്തിന്. ഇപ്പോൾ ദഹബ തന്നെ, ദഹബ മാലിയാണ്. യദ്ഹബു നമ്മൾ നേരത്തെ പറഞ്ഞ മുലാരിയാണ്. ദഹബൻ്റെ മുമ്പിൽ ലാ ഇടാൻ പറ്റില്ല. ദഹബൻ്റെ മുമ്പിൽ മായാണ് ഇടേണ്ടത്. അതാണ് രണ്ടാമത്തത്. മാ റജ, മടങ്ങിയില്ല. ദാരിസുൻ, വിദ്യാർത്ഥി മടങ്ങിയില്ല. മിനൽ ബൈത്ത്, വീട്ടിൽ നിന്ന് മടങ്ങിയില്ല. അപ്പോൾ അതിനെ ഇനി നമുക്ക് മടങ്ങി എന്നുള്ളതാക്കാൻ വേണ്ടി ആ മാ അങ്ങ് കളഞ്ഞാൽ മതി. ഇല്ല എന്ന അർത്ഥത്തിലുള്ള ആ മാ കളഞ്ഞു കഴിഞ്ഞാൽ റജ ദാരിസു മിനൽ ബൈത്തി, വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് മടങ്ങി എന്നാവും. ഇനി മൂന്നാമത്തത് ഇതിനേക്കാൾ എളുപ്പമുള്ളതാണ്, സറഫാക്കാനുള്ളതാണ്. മാലിയായ ഫീല്, മുലാരിയായ ഫീലൊക്കെ സറഫാക്കാൻ നമ്മളെ പാഠത്തിലുണ്ട്. സറഫാക്കാൻ അറിയാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായും നല്ല പകുതി മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സറഫാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന ആശയം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദഹബ, ദഹബ മാലിയായ ഫീലാണ്. നേരെ മറിച്ച് യദ്ഹബു, യാ വെച്ചിട്ടുള്ളത്
അത്തൈന എന്നുള്ളതിലെ അക്ഷരങ്ങൾ അത്തൈന. ഇപ്പോൾ യദ്ഹബു എന്നുള്ളത് അത്തൈനയിലെ അക്ഷരങ്ങൾ കൂട്ടുമ്പോൾ യദ്ഹബു തെദ്ഹബു ആണെങ്കിലും മുളാരിയാണ്, അദ്ഹബു ആണെങ്കിലും മുളാരിയാണ്, നദ്ഹബു ആണെങ്കിലും മുളാരിയാണ്. അപ്പോൾ ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാലാണ് മുളാരി. ഇവിടെ അത് വന്നിട്ടില്ല. ദഹബയാണ്. യാ ഇല്ല, ആ ഇല്ല, നാ ഇല്ല, താ ഇല്ല. അപ്പോൾ ദഹബ മാലിയായ ഫീലാണെന്ന് മനസ്സിലായി. മാലിയായ ഫീലിനെ സർഫാക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദഹബ ദഹബ ദഹബു ഒരു സെറ്റാണ്. ദഹബ ഒരാണ് പോയി, ദഹബ 2 ആണുങ്ങൾ പോയി, ദഹബു കുറേ ആണുങ്ങൾ പോയി. അത് സ്ഥലത്തില്ലാത്തവരാണ്. ഇനി അടുത്ത 3 സെറ്റ് വരുന്നു. ദഹബത്ത് ഒരു പെണ്ണ് പോയി, ദഹബത്ത 2 പെണ്ണുങ്ങൾ പോയി, ദഹബിന കുറേ പെണ്ണുങ്ങൾ പോയി. അപ്പോൾ അതും സ്ഥലത്തില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്. ഇനി ദഹബത്ത് ദഹബത്തുമാ ദഹബത്തും. ദഹബത്ത് എന്ന് പറഞ്ഞാൽ ദഹബ്ത നീ ഒരാണ് പോയി, നിങ്ങൾ 2 ആണുങ്ങൾ പോയി, നിങ്ങൾ കുറേ ആണുങ്ങൾ പോയി. നിങ്ങളെന്ന് പറയുകയാണെങ്കിൽ സ്ഥലത്തുണ്ടാവണ്ടേ? നിങ്ങളെന്ന് നമ്മൾ പറയൽ സ്ഥലത്തുള്ള ആളുകളോടല്ലേ? അപ്പോൾ അത് ഹാലിറാണ്, സ്ഥലത്തുള്ളതാണ്. ഇനി ദഹബത്തി ദഹബത്തുമാ ദഹബത്തും. നീ ഒരു പെണ്ണ് പോയി, നിങ്ങൾ 2 പെണ്ണുങ്ങൾ പോയി, നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ പോയി. അത് സ്ഥലത്തുള്ള സ്ത്രീകൾക്കുള്ളതാണ്. ഇനി അതിൻ്റെ താഴെ വരുന്നത് ഞാൻ പോയി, ദഹബത്തു ദഹബിന ഞങ്ങൾ പോയി. ഇതാണ് അതിൻ്റെ ആശയങ്ങൾ. ഓരോ പദവും കൃത്യമായി മനസ്സിലാക്കി വെച്ച് എല്ലാം സർഫാക്കുക. മാലിയും മുലാരിയും. മാലിയിൽ മാ വരുന്നത് മാ ദഹബ സർഫാക്കി പഠിക്കുക. മുലാരിയിൽ ലാ എഫലു വരുന്നത് അതും സർഫാക്കി പഠിക്കുക. എന്ത് കിട്ടിയാലും സർഫാക്കണം. ചക്ക ചക്ക ചക്കു, ചക്കത്ത് ചക്കത്ത, അല്ലെങ്കിൽ മാങ്ങ മാങ്ങ മാങ്ങു, എന്ത് കിട്ടിയാലും സർഫാക്കാൻ വേണ്ടി പഠിച്ചാൽ ഒരു പേടിയും പേടിക്കേണ്ട, മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടും. അറിയാതെ പോയി കഴിഞ്ഞാൽ സുഖമാണ്, നല്ല മാർക്ക് നഷ്ടപ്പെടും. ഇനി അടുത്തൊരു ചോദ്യം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. പാഠഭാഗത്തിൽ ഇങ്ങനെ ഏകവചനവും ബഹുവചനവും പറയുന്നത് ഒന്ന് പഠിച്ചു വെക്കാനേ ഉള്ളൂ, കുറഞ്ഞതേ ഉള്ളൂ. പാഠഭാഗത്തിൽ നോക്കി അത് നോട്ട് ചെയ്ത് വെച്ചാൽ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതിന് തടസ്സാവില്ല. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. നമുക്ക് കുറേ വീടുകൾ വേണം. അതിനെന്താ പറയുക? ബുയൂത്തുൻ എന്ന് പറയും. മസ്ജിദുൻ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയാണ്. കുറേ പള്ളികൾക്ക് എന്താ പറയേണ്ടത്? മസാജിദുൻ എന്ന് പറയാം. തോലിബ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയാണ്. കുറേ വിദ്യാർത്ഥികളാകുമ്പോൾ തുല്ലാബുൻ എന്ന് പറയണം. സ്വലാത്തുൻ സ്വലവാത്തുൻ. ഇതൊക്കെ ഏകവചനവും ബഹുവചനവുമാണ്. ഇതന്നെ നേരെ തിരിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത എളുപ്പമുള്ള ഒരു ചോദ്യം ജാറും മജ്റൂറും തമ്മിൽ വേർതിരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ജറ് ചെയ്യുന്ന പദങ്ങൾക്ക് കെസറ് ചെയ്യുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അതാണ് ജാറിൽ വരുന്നത്. ഈ അക്ഷരങ്ങൾ പ്രവേശിച്ച കാരണം ഏതിനിക്കാണോ കെസറ് കിട്ടുന്നത് ആ കെസറ് കിട്ടിയതിനിക്ക് മജ്റൂർ എന്നും പറയും. അതിൽപ്പെട്ടതാണ് ഇല. ഇല എന്നതിന് ശേഷം വരുന്ന അക്ഷരത്തിന് നിങ്ങൾക്ക് കെസറ് ചെയ്യാനേ പറ്റൂ. അതല്ലാത്ത ഒന്നും തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. കൊടുത്തു കഴിഞ്ഞാൽ അറബി ഒന്നും അറിയാത്തവനാണെന്ന് ആൾക്കാർ നമ്മളെ വിലയിരുത്തും. കാരണം ജറിൻ്റെ അക്ഷരം മുന്നേ കൊടുത്ത് ആ വാക്കിനിക്ക് നമ്മൾ കെസറ് കൊടുക്കാതിരുന്നാൽ നമുക്കൊന്നും അറിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, മിൻ ശരി മാ ഖലഖ് എന്നുള്ളതിൽ മിന്ന് ജറിൻ്റെ അക്ഷരമാണ്. അതിന് ശേഷം വരുന്ന ശരി എന്ന് തന്നെ പറയണം. ഷറ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഷെറു എന്ന് പറഞ്ഞാലും തെറ്റാണ്, ശരി എന്ന് പറയണം. ഇല സൂക്കി എന്നുള്ളതിൽ ഇലക്ക് ശേഷം വരുന്ന സൂക്കി എന്ന് തന്നെ പറയണം. സൂക്ക എന്നോ സൂക്കു എന്നോ സൂക്ക് എന്ന് പറയാൻ പറ്റില്ല. ക അതുപോലെ തന്നെ ജറിൻ്റെ അക്ഷരമാണ്. കൽ ലില്ലി, ലില്ലി എന്ന് തന്നെ പറയണം. ലി എന്ന് പറയണം. ലില്ലാഹി, ലി അതിൽ ജറിൻ്റെ അക്ഷരമാണ്. ശ്രദ്ധിക്കണേ, ലില്ലാഹി എന്നുള്ളതിൽ എവിടെ ജറിൻ്റെ അക്ഷരം കണ്ട് പേടിക്കണ്ട. ലില്ലാഹിയിൽ പറയുമ്പോൾ തന്നെ ലില്ലാഹി, അതിൽ ലീ ഉണ്ട്, പിന്നെ അള്ളാഹിയും ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്നതാണ് ലില്ലാഹി. അപ്പോൾ ലീ ജറിൻ്റെ അക്ഷരവും അള്ളാഹി എന്നുള്ളത് എന്താണ്? മജ്റൂറുമാണ്. ബില്ലാഹി എന്ന് പറയുമ്പോൾ ബി എന്നുള്ളത് ജറിൻ്റെ അക്ഷരമാണ്. ലാഹി എന്നുള്ളത് അത് മജ്റൂറുമാണ്. ലാഹു എന്നോ ലാഹ എന്നോ പറയാൻ പറ്റുമോ? ഇല്ല, ഇതിലൊരു വര അധികമായിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലാഹി എന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. പക്ഷേ ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിലെഴുതിയതൊന്ന് വായിക്കാം. ഇതുപോലത്തെ ചോദ്യം വന്നാൽ ഉത്തരം എഴുതാൻ അറിയണമെങ്കിൽ നിങ്ങൾ അറബി നല്ലോണം വായിക്കണം, പാഠം നല്ലോണം വായിച്ചർത്ഥം വെക്കണം. അൽ മുഅ്മിനു യഷ്കുറുല്ലാഹ വ റസൂലുഹു വഹുവ ലാ യക്ദിബു. വിശ്വാസി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നന്ദി ചെയ്യുന്നു, അവൻ കളവ് പറയില്ല. ഹൽ കതബത്തും അൽ വാജിബാത്തിൽ മൻസിലിയ. നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ? ഇനി അറബി ആക്കാനുള്ളതാണ്. വിദ്യാർത്ഥി പേന കൊണ്ട് എഴുതി. കതബത്ത് തോലിബു ബിൽ കലമി. ഇത് എൻ്റെ മദ്രസയാണ്. അതിഹി മദ്രസത്തി, എൻ്റെ മദ്രസയാണ്. ഇനി ഈത്തി മിസാലൻ, ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ്. ഫി എന്നുള്ളത് ഇ എന്നുള്ള വാക്ക് വന്ന ഒരു ഉദാഹരണം. കിതാബി, എൻ്റെ കിതാബ്, ഫിൽ ഹഖീബത്തി, എൻ്റെ ബാഗിലാണ്, ബാഗിൽ. ഇനി ഫീൽ മാലി മുസ്ബത്ത്, മുസ്ബത്തായ അഥവാ നടന്നു എന്നുള്ളത്, നടന്നില്ല എന്ന് പറ്റില്ല, നടന്നു എന്ന് അറിയിക്കുന്ന മാലിയായ ഫീല്. ഫഅല ചെയ്തു, കതബ എഴുതി, ഇനി കുളിച്ചു കളിച്ചു ഒക്കെ പറ്റും. ഇനി മുലാരി മുസ്ബത്ത് വരുമ്പോൾ ഏതാണ്? യഫ്അലു ചെയ്യും, യക്തുബു എഴുതും,
മുളാരിയായ ഫീലാകുമ്പോൾ ഒന്നെങ്കിൽ എഴുതുന്നു എന്നായിരിക്കും, അല്ലെങ്കിൽ എഴുതും എന്നതായിരിക്കും. മാലിയായ ഫീലാകുമ്പോൾ അത് കഴിഞ്ഞതാണ്, കുളിച്ചു, കഴിച്ചു, ഉറങ്ങി എന്ന കഴിഞ്ഞ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ മറ്റോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ലിസാൻ്റെയും മറ്റു മോഡൽ ചോദ്യപേപ്പറുകളൊക്കെ പരിചയപ്പെടുന്ന വീഡിയോകൾ നമുക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവർക്കും അല്ലാഹു നല്ല വിജയം നൽകട്ടെ. ആമീൻ.